ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ ചെടികളും പൂക്കളും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഗാർഡൻ അൽഹംദുലില്ലാ സെറ്റ് ചെയ്തിട്ട് ഒരു 6 മാസമായിട്ടാണ്. അപ്പോൾ പഴയ ചെടികളും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ പഴയ കുറേ ചെടികളുടെ കളക്ഷൻസ്. അതും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പോട്ടിലുള്ള ചെടികളുടെ പൊസിഷൻ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കില്ല കേട്ടോ. അത് പൂക്കൾ വരുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ അത് മാറ്റി മറിച്ചൊക്കെ വെക്കുണ്ടാ. ഓരോ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പൂക്കൾ വരുന്നതനുസരിച്ച് ബോഗൺവില്ലേസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് കണ്ട ചെടികൾ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ അറേഞ്ച്മെൻറ്റ്സും എൻ്റെ പൂക്കളും എൻ്റെ ചെടികളും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ ബോഗൺവില്ലാസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയുടെ ഡോർ തുറക്കണ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അടുക്കളയുടെ ഡോർ തുറന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെടികൾ ബോഗൺവില്ലാസ് നിറച്ച് പൂക്കളായിട്ട് വന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മുടെ മാൻഡിവില്ലയാണ് കേട്ടത്. മാൻഡിവില്ല പ്ലാന്റ്സ് നിറച്ച് പൂക്കളൊക്കെ തന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ഗ്യാസ് കുറ്റി വെക്കണ ഒരു ഭാഗമാണ് കേട്ടത്. പുറത്ത് ഗ്യാസ് കുറ്റി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തും ഇതുപോലെ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കോളിയസ് പ്ലാന്റ്സിൻ്റെ 2 എണ്ണമാണ് കേട്ടോ. കോളിയസിൻ്റെ ഈ 2 വെറൈറ്റിയാണ് കേട്ടത്. ഇതും നല്ല സൺലൈറ്റുള്ള ഏരിയയിൽ വെച്ചിരിക്കണം. നല്ല ഭംഗി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കോളിയസ് എപ്പോഴും നല്ല സൺലൈറ്റുള്ള ഏരിയയിൽ വെക്കണം. പിന്നെ കോളിയസ് നടുമ്പോഴും അതിൻ്റെ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സ് റെഡിയാക്കണം. ഇത് നമ്മുടെ ബോഗൺവില്ലാസ് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം പൂക്കൾ കഴിഞ്ഞുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ലൂട്ടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു ഏരിയ നിറച്ച്. ഇത് നമ്മുടെ യൂഫോബിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. യൂഫോബിയയുടെ 2 കളർ ഷെയ്ഡാണ് എൻ്റെ ഉണ്ടാകുന്നത്. അതിലിപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെയും കട്ടിങ്സ് പിടിപ്പിച്ചതാണ് കേട്ടത്. മാൻഡിവില്ല പ്ലാന്റ്സ് നന്നായിട്ട് പൂത്തിട്ടുണ്ട്, നന്നായിട്ട് വള്ളികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇത് നമ്മുടെ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ ലൂട്ടിയ പ്ലാന്റ്സ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നിരത്തി നട്ടുകൊടുത്തൊക്കെയാണ് കേട്ടോ. ഇത് അരേലിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ നമ്മുടെ റെയിൻ ലില്ലിയൊക്കെയാണ്. അത് പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചെടി കേട്ടോ. ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നല്ല ഭംഗിയുള്ള ചെറിയ ഒരു ഉജാല കളറിലെ പൂക്കളാണ്. ലാവൻഡർ ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സും ഇവിടെ നട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പീഷ്യയുടെ ഗ്രീനിൽ റെഡ് ഫ്ലവർ വരുന്നതുണ്ട്, പിന്നെ ഗ്രീനിൽ പിങ്ക് ഫ്ലവർ വരുന്നതുമാണ് കേട്ടത്. പിന്നെ നമ്മുടെ എൻജോയ് പോത്തോസ് ആണ് കേട്ടോ. എപ്പീഷ്യ പ്ലാന്റ്സ് പെട്ടെന്ന് വളർന്നോളൂ കേട്ടോ. അതിന് പെട്ടെന്ന് കയറിങ്ങേണ്ട ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു പ്ലാന്റാണ് എപ്പീഷ്യ പ്ലാന്റ്സ്. ഒരു ചെറിയ കട്ടിങ്സ് മതി, നന്നായിട്ട് പിടിച്ചിട്ടിക്കോളും കേട്ടോ. മണി പ്ലാന്റ്സിൽ എൻജോയ് പോത്തോസും ഗോൾഡൻ പോത്തോസും നിയോൺ പോത്തോസും ഒക്കെ എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട്. മാർബിൾ പോത്തോസും ഉണ്ട് കേട്ടോ.
ഈ പ്ലാന്റിൻ്റെ പേര് ഡെൻഡ്രോബിയം എംബലാറ്റം എന്ന് പറഞ്ഞിട്ടാ. ഇത് നമ്മുടെ DVDB പ്ലാന്റിൻ്റെ അതേ ഒരു ഫീലാണ് കേട്ടോ തന്നത്. കാരണം ഇതൊരു ഷെയ്ഡിങ് പ്ലാന്റാണ്, അധികം ഹൈറ്റ് പോകാത്ത. ഈ പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ലീഫാണ് കേട്ടോ. നല്ല ഭംഗി തന്നെ ഒരു ഷെയ്ഡിങ് ആയിട്ട് അധികം ഹൈറ്റിൽ പോകാത്ത ഒരു പ്ലാന്റാണിത്. ഇത് നമ്മുടെ കലാത്തിയ ലൂട്ടിയ പ്ലാന്റാണ് കേട്ടോ. കലാത്തിയ പ്ലാന്റ്സിന് സാധാരണ നല്ലോണം കെയറിങ് വേണമല്ലോ, പക്ഷേ ഈ ലൂട്ടിയ ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടത്. ഇതിൻ്റെ പുതിയ തൈക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ കടക്കെന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. കൂടുതൽ ഷെയ്ഡിങ് ഏരിയ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെ ഈ പ്ലാന്റ് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഈ പ്ലാന്റ് ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റിൽ പോകും കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു പോട്ടിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കണം കേട്ടോ. ഇത് പെന്നി വോട്ടുണ്ട്, പിന്നെ ഈ പ്ലാന്റിൻ്റെ പെരിങ്ങാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഇത് മണി പ്ലാന്റ് ഗോൾഡൻ പൊത്തോസ് കേട്ടോ. ഇതാണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ കേട്ടോ. ഇത് നല്ല അടിപൊളി പ്ലാന്റാണ്. ഫ്ലവറിങ് ടൈം എന്ന് പറഞ്ഞാൽ ഈ മഴയുടെ സീസൺ വെച്ച് ബാക്കി എല്ലാ ടൈമിലും നമുക്ക് നിറച്ച് പൂക്കൾ തരുന്നുണ്ട് കേട്ടോ. മഴയുടെ സീസണിൽ പൂക്കൾ തരുന്നില്ല എന്നല്ല, കുറവായിരിക്കും പൂക്കളുടെ അളവ്. പക്ഷേ ഈ സീസണുകളൊക്കെ നന്നായിട്ട് പൂക്കൾ വരും കേട്ടോ. ഓരോ പ്രാവശ്യം പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പൂക്കൾ വന്നോളും. പിന്നെ നമ്മുടെ വളങ്ങൾ ഞാൻ കോമൺലി എല്ലാത്തിനും ഒരേ സെയിം വളങ്ങളാണ് യൂസ് ചെയ്യണത്. DAP യും എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ വളങ്ങളൊന്നും ഞാൻ ചെയ്ത് കൊടുക്കണില്ല. ഈ പ്ലാന്റ് ചൈന ബോൾ എന്ന് പറയുന്ന ഇത് പ്ലാനാണ് കേട്ടോ. ഇത് മിക്കവാർത്തും കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയാലും. പിന്നെ മിക്ക വീടുകളിലും ഈ ഒരു പ്ലാന്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ്. ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോണാണ് കേട്ടോ. ഫിലോഡെൻഡ്രോൺ ഞാൻ ഈ പ്ലാന്റ് ഈ ഒരു പുളിമരത്തിൻ്റെ കടക്ക നട്ടുകൊടുത്തൊക്കെയാണ്. അപ്പോൾ ഇതിന് അധികം മുകളിലോട്ട് പോകാതെ തന്നെ ഒരു കാ ഭാഗത്തോളം വന്നിട്ട് നിർത്താമെന്നുള്ള ഉദ്ദേശത്തിൽ ഇതിങ്ങനെ നട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ അദീനിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ എല്ലാ വീടുകളിലും കാണുന്ന നാടൻ അദീനിയത്തിൻ്റെ ഇനമാണിത്. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. ഒരു കട്ടിങ്ങിൽ നിന്ന് തന്നെ പെട്ടെന്ന് പിടിച്ചോളും കേട്ടോ. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ. പീസ് ലില്ലി ഈ വളരെ മോശം സ്ഥിതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊരു പോട്ടിൽ 2 തൈ നട്ടതാണ്, തിങ്ങി നിറഞ്ഞൊക്കെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കണ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലോണം സൺലൈറ്റ് ഇട്ടുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയും അതുപോലെ പീസ് ലില്ലിയുടെയും ഇലകളൊക്കെ ആകെ ഡാമേജ് ആയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് നീങ്ങുമ്പോൾ കുറച്ച് ഷെയ്ഡിങ് ഉള്ളതുകൊണ്ട് ഈ ഒരു പീസ് ലില്ലികളുണ്ട് നല്ല ഹെൽത്തിയായിട്ട് നല്ല ഭംഗി തന്നെ നിൽക്കുന്നുണ്ട്. ഇലകളൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാ പൂക്കൾ വരുമ്പോൾ തേനീച്ചകൾ നിറയും. തേനീച്ചകൾ ഭയങ്കര ഇഷ്ടമെന്നാണ്. ഇതിൽ തേനുണ്ടെന്നാണ് പീസ് ലില്ലിയുടെ പൂക്കളിൽ. ഫ്ലവറിങ് അയക്കണ ഓർക്കിഡിനെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ ഈ ഒരു ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ നിൽക്കില്ല കേട്ടോ. ഓരോ തണ്ടിൽ നിന്നും സ്പൈക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെട്ട ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡിന് പല വെറൈറ്റി കാറ്റഗറീസ് ഉണ്ടല്ലോ. മൊക്കാറാന്നും ഫെലനോപ്സിസ് ഡെൻഡ്രോബിയം. അപ്പോൾ ആ ഇതിൽ ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെട്ട ഒരു ഓർക്കിഡാണ്. ഇത് റെഡ് പാം എന്ന് പറഞ്ഞ പാം ട്രീയും ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പീഷ്യയുടെ തന്നെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇതിൽ ബ്രൗണിഷ് ലീഫിൽ റെഡ് ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു എപ്പീഷ്യയുടെ ഇനം തന്നെയാണ് കേട്ടത്. ഇവിടെ താഴോട്ട് ഞാനിതാ ഈ സ്നേക്ക് പ്ലാന്റുകൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് 2 വെറൈറ്റിയാണ് കേട്ടത്.
ഇത് ഇങ്ങോട്ട് ഇതാ വാത്സ്യം ചെടികളാണ് കേട്ടോ നട്ടു കൊടുത്തേക്കുന്നത്. വാത്സ്യത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഒക്കെ നശിച്ചു പോകുകയാണ് ചെയ്തത് കേട്ടോ. ചെറിയ ചെറിയ കറുത്ത പുഴുക്കൾ വന്നിരുന്നു, പിന്നെ ഈ തണ്ട് ജീലൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ തിരക്ക് ടൈം തന്നെ ആ ചെടികളെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റാത്ത തന്നെ ഒട്ടുമിക്ക ഇനങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് ചെടികളാണ് ഈ ഉള്ളത് കേട്ടോ. അരേലിയുടെ തന്നെ വേറൊരു പ്ലാന്റാണ് ഇവിടെ പ്ലേസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അത് നമ്മുടെ ഫെലോഡൻഡ്രോൺ ആണ് കേട്ടോ. ഫെലോഡൻഡ്രോണിൻ്റെ നമുക്കത് പടർത്തി വേണമെങ്കിൽ കൊടുക്കാം, അതില്ലെങ്കിൽ ഇതുപോലെ പോട്ടിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മാർബിൾ പോത്തോസാണ് കേട്ടോ. പോത്തോസ് എന്നും പറയും, മണി പ്ലാന്റ് എന്നും പറയും കേട്ടോ. ഇത് മഞ്ഞ ചെമ്പരത്തിയാണ് കേട്ടോ. ഈ ചെമ്പരത്തിയിൽ ഒരു തണ്ട് വരുമ്പോഴും 5 മുട്ടയെങ്കിലും ഉണ്ടാവും. യൂഫോബിയയുടെ ഒരു ചെറിയ പൂക്കളുള്ള പിങ്ക് കളറിലുള്ളത് തണ്ട് കുഴിച്ചിട്ടത് പിടിച്ച് കിട്ടിക്കാണിട്ടത്. ഇതും കാശിത്തുമ്പിയാണ് കേട്ടോ. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കാശിത്തുമ്പില്ലേ, അതിൻ്റെ ഒരു പീച്ച് കളറിലുള്ള കാശിത്തുമ്പിയാണ് കേട്ടോ. പിന്നെ ഇതായി കുറച്ച് ചെടികൾ, ഇലയുടെ ഭംഗിയിലുള്ള ചെടികളുടെ ഇലച്ചെടികളാണ് ഇതൊക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണ്ട് ഒരു റെഡിഷ് അല്ലെങ്കിൽ തീപ്പെട്ടി കളറൊക്കെ ആയിരിക്കും. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇലകൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ബോറടിച്ചോന്ന് എനിക്കറിയില്ല. വീണ്ടും അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.